തീർച്ചയായും സ്മൃതി, ലവ് ജിഹാദ് വാദം സാംസ്കാരിക നവോത്ഥാന കേരളം അതെ ലവ് ജിഹാദ് വാദം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇരകളാക്കപ്പെട്ടവരാണ് ഇപ്പോൾ അതേ വാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സ്മൃതി, ഇന്ന് നമ്മുടെ സാംസ്കാരിക നവോത്ഥാന കേരളം തലകുനിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഈ വാർത്താ ദിനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, നാസർ ഫൈസി കൂടത്തായിയുടെ ഒരു പ്രസ്താവന, അതൊട്ടും അത്ഭുതകരമായി അതിശയകരമായി ഞാൻ കാണുന്നില്ല. രണ്ടാമത്തത്, ജിയോ ബേബിയെ ഇന്ന് കോഴിക്കോടുള്ള ഫറൂഖ് കോളേജിൽ ഒരു ഫിലിം ക്ലബിൻ്റെ ചടങ്ങിന് വിളിച്ചിട്ട് അദ്ദേഹം അടുത്ത കാലത്ത് നിർമ്മിച്ച ഒരു സിനിമയുടെ ഒരു പക്ഷേ പശ്ചാത്തലത്തിലാവാം അദ്ദേഹത്തെ അനാദരിക്കുന്ന, ആ ചടങ്ങ് മാറ്റിവെച്ച് അദ്ദേഹത്തെ അനാദരിക്കുന്ന ഒരു കാര്യമുണ്ടായതും. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിലൊരു ലവ് ജിഹാദിൻ്റെ സ്വരമുണ്ട് എന്നത് തന്നെയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ഏതൊരു പൗരൻ്റെയും ധാർമ്മികമായ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്, ഒരു കടമ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു മനോവൃത്തി ഉണ്ടാവുക, മാനവികതയെക്കുറിച്ച് സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സയൻറ്റിഫിക് ടെമ്പർമെൻറ്റും ഹ്യൂമാനിസവും സ്പിരിറ്റ് ഓഫ് എൻക്വയറിയും കാത്തു സൂക്ഷിക്കേണ്ട ഒരു പൗരൻ്റെ ബാധ്യത നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിവാഹങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും കാണേണ്ടത് അവരവരുടെ സ്വതന്ത്രമായ സ്വേച്ഛാപരമായ തിരഞ്ഞെടുപ്പുകളായിട്ടാണ്. അത് DYFI ചെയ്താലും യൂത്ത് കോൺഗ്രസ് ചെയ്താലും അതിനെ പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അത് തന്നെയാണ് സമസ്തയും ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അതേസമയം നിങ്ങൾക്ക് മതത്തിൽ വിശ്വസിക്കാനും മതാചാരപ്രകാരം ജീവിക്കാനുമുള്ള എല്ലാ അവകാശവും ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ വ്യക്തിയുടെ സ്വേച്ഛാപരമായ തിരഞ്ഞെടുപ്പും ഒരു മതത്തിൻ്റെ കളക്റ്റീവായിട്ടുള്ള അവകാശവും തമ്മിലുള്ളൊരു സംഘർഷത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ മതത്തോടൊപ്പം നിലപാട് ഉറപ്പിക്കാൻ സമസ്തയ്ക്ക് കഴിയൂ, നാസർ ഫൈസി കൂടത്തായിക്ക് കഴിയൂ. അതുകൊണ്ട് ആ അവകാശത്തെ ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ ഭരണഘടനാപരമായൊരു മൊറാലിറ്റി വിഭാവനം ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് പൗരൻ്റെ അടിസ്ഥാന ധാർമ്മികമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അവൻ്റെ അവകാശങ്ങളെ നിരാകരിക്കാൻ ഒരു നാസർ ഫൈസി കൂടത്തായിക്കും കഴിയില്ല. അതുകൊണ്ട് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകളാണ് പ്രണയമെങ്കിൽ അതിൽ ആ വാക്കുകളുണ്ടല്ലോ, പ്രണയം, നടിച്ച്, വശീകരിച്ച്, ഇതൊക്കെ മുൻകാലങ്ങളിൽ എങ്ങോ ദ്രവിച്ചു പോയ ധാർമ്മികതയുടെ ആശയങ്ങളാണ്. അത് വർത്തമാനകാലത്തെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് അവകാശങ്ങളുടെ കാലഘട്ടത്തിലൊട്ടും പ്രായോഗികമായ ഒന്നേയല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളത് ഈ കാതൽ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൂടിയാണ്. പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, ആ തിരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഘടകമാകേണ്ടത്, മതമാണോ, കുടുംബത്തിൻ്റെ താല്പര്യമാണോ, സാമ്പത്തിക താല്പര്യമാണോ, അതല്ല. അതൊരു വ്യക്തിയുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പാണ് പ്രണയം എന്നുള്ളത്. അത് സ്വവർഗാനുരേഖകളോടാകുന്നതിൽ ആർക്കാണ് വിരോധമുള്ളത്? അതെല്ലാ കാലത്തും മതത്തിനാണ്. അതുകൊണ്ടാണ് ഫറൂഖ് കോളേജിൽ ജിയോ ബീബിക്ക് ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു നവോത്ഥാന സമൂഹം എന്ന് പറയുന്നത് വ്യക്തിയുടെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനെ പിൻവലിക്കുന്നതെന്തും, അത് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞാലും അത് മറ്റേതെങ്കിലും മതത്തിൽ നിന്നുള്ള വ്യക്തി പറഞ്ഞാലും നമുക്കിതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്തതാണ്. ഒരു ഭാഗത്ത് വിക്ടോറിയൻ സദാചാരത്തിൻ്റെ ഇരകളായി നമ്മുടെ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന പ്രൊവിഷനുകളാണ് അഡൾട്ടറി ആണെങ്കിലും 377 ആണെങ്കിലും. അതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ്. പക്ഷേ എന്നിട്ടും നാസർ ഫൈസി കൂടത്തായിയെ പോലെയുള്ള നേതാക്കൾ പരസ്യമായി അത് പറയാൻ ധൈര്യപ്പെടുന്നൊരു കാലത്തേക്ക് നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളത്, അഥവാ ആ സമൂഹം അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് എന്നെ വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ലവ് ജിഹാദ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് ജിഹാദിൻ്റെ സ്വരമുണ്ട് നാസർ ഫൈസി കൂടത്തായിക്ക്. അത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരൻ്റെ അവകാശത്തിൻ്റെ നിഷേധം കൂടിയാണ്. അത് വ്യക്തിയുടെ അവകാശത്തിന് മേൽ ഒരു മതത്തിൻ്റെ അവകാശത്തിൻ്റെ കടന്നുകയറലാണ്. അത് പുരോഗമന സമൂഹത്തിനൊട്ടും ചേർന്നതല്ല. വ്യക്തിയുടെ സ്വേച്ഛാപരമായ തിരഞ്ഞെടുപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു പുരോഗമന രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് CPM ചെയ്താലും DYFI ചെയ്താലും അത് MSF ചെയ്താലും KSU ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. Meet the editors.